നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, Thrissur, near bus stand, Tripprayar. തൃശൂർ വടക്കേ ബസ് സ്റ്റാൻഡിൽ ബസ് കണ്ടക്ടർക്ക് നേരെ തോക്ക് ചൂണ്ടിയ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നെല്ലുവായി ഇരുമപ്പെട്ടി റൂട്ടിലോടുന്ന പുഷ്പക് ബസിലെ കണ്ടക്ടർക്ക് നേരെയാണ് തോക്ക് ചൂണ്ടിയത്. KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂരിനെതിരെ ഒളിയമ്പുമായി നാട്ടിക മണ്ഡലം UDF സ്ഥാനാർത്ഥി സുനിൽ ലാലൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. CC മുകുന്ദന്റെ BJP മനസ്സിലാക്കാതെ ഡൽഹിയിൽ കൊണ്ടുപോയി കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകാൻ ശ്രമിച്ച നേതാക്കൾക്ക് ജനം തെരഞ്ഞെടുപ്പിലൂടെ മറുപടി നൽകുമെന്ന് സുനിൽ ലാലൂർ. ദേശക്കാരുടെയും പൂരപ്രേമികളുടെയും ആവേശം വാനോളം ഉയർത്തി തൃശൂർ പൂരത്തിനായുള്ള തിരുവമ്പാടി വിഭാഗത്തിന്റെ പന്തലുകളുടെ കാൽനാട്ട് നടന്നു. തൃശൂർ പൂരത്തിന് ഈ മാസം 20-ന് കൊടിയേറും. പിന്നണി ഗായിക വിഖ്യാത ആശാ ഭോസ്ലെ അന്തരിച്ചു. വിടവാങ്ങിയത് ഇന്ത്യൻ സംഗീത ലോകത്തെ അതുല്യ പ്രതിഭ. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ നഗരത്തിൽ ബസ് കണ്ടക്ടർക്കെതിരെ യുവാവ് തോക്കു ചൂണ്ടി. വടക്കേ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് സംഭവം. മദ്യലഹരിയിലായ യുവാവ് നെല്ലുവായി ഇരുമപ്പെട്ടി റൂട്ടിലോടുന്ന പുഷ്പക് ബസിലെ കണ്ടക്ടർക്ക് നേരെ എയർഗൺ ചൂണ്ടിയതിനെ തുടർന്ന് ബസ് ജീവനക്കാർ പോലീസിനെ വിവരമറിയിച്ചു. ടൗൺ ഈസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു. യുവാവ് മദ്യലഹരിയിലായിരുന്നുവെന്നാണ് പോലീസ് പറഞ്ഞത്. KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂരിനെതിരെ ഒളിയമ്പുമായി നാട്ടിക മണ്ഡലം UDF സ്ഥാനാർത്ഥി സുനിൽ ലാലൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. CC മുകുന്ദന്റെ BJP മനസ്സിലാക്കാതെ ഡൽഹിയിൽ കൊണ്ടുപോയി കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിച്ച നേതാക്കൾക്ക് ജനം തെരഞ്ഞെടുപ്പിലൂടെ മറുപടി നൽകുമെന്ന് സുനിൽ ലാലൂർ പറഞ്ഞു. അത്തരം നേതാക്കൾക്ക് തെറ്റ് തിരുത്താനാണ് തന്റെ പോസ്റ്റെന്നും സുനിൽ ലാലൂർ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പങ്കാളികളാകാത്ത നേതാക്കൾ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം വീട്ടിലിരുന്ന് നടത്തിയാൽ മതിയെന്നും സുനിൽ ലാലൂർ പറഞ്ഞു. CC മുകുന്ദന്റെ വീട്ടിലെത്തി ജോസ് വള്ളൂർ ചർച്ച നടത്തിയതും ഡൽഹിയിൽ കൊണ്ടുപോയതും തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ വാർത്തയായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായിരുന്ന CC മുകുന്ദൻ 2021 CPI സ്ഥാനാർത്ഥിയായിരുന്നു. പിന്നെ ഇവിടെ 5 വർഷക്കാലം MLA ആയിരുന്നു. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം ജനാധിപത്യ ചേരിയിൽ നിന്നും വിട്ട് അദ്ദേഹം BJP സ്ഥാനാർത്ഥിയാവുന്നുണ്ട്. നമ്മുടെ നാടിൻ്റെ മതേതര മുന്നണിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനൊപ്പം ചേരാമെന്ന് പറഞ്ഞ് ഇവിടെ എത്തിയെങ്കിലും അദ്ദേഹത്തിന് ഇവിടെ സ്വയം പ്രഖ്യാപിത UDF സ്ഥാനാർത്ഥിയായി അദ്ദേഹം മാറി. അത് നമ്മുടെ നേതൃത്വം അംഗീകരിച്ചില്ല. പിന്നീട് അദ്ദേഹം ഡൽഹിയിലേക്ക് പോയി. ആ ഡൽഹിയിലേക്ക് കൊണ്ടുപോയ ആളുകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലാക്കണ്ടേ. അദ്ദേഹം മതേതര ചേരിയാണോ BJP ചേരിയാണോ എന്ന് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം തിരിച്ചു വന്ന് ഒരു ദിവസം കൊണ്ട് BJP സ്ഥാനാർത്ഥിയായി. ഞാൻ അന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു കോൺട്രവേഴ്സി വേണ്ട എന്ന് മിണ്ടാതിരുന്നതാണ്. പക്ഷേ തിരുത്തേണ്ട സമയത്ത് കൃത്യമായി തിരുത്തി മനസ്സിലാക്കി പോവേണ്ട സമയമാണ് രാഷ്ട്രീയം. നമ്മുടെ നേതൃത്വം അത് ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരം നേതാക്കളെ തിരിച്ചറിയേണ്ടതുണ്ട്. BJPയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്ന CC മുകുന്ദനെ മനസ്സിലാക്കാൻ കഴിയാത്ത നേതാക്കൾ അവർ രാഷ്ട്രീയപരമായി പല കാര്യങ്ങളും തിരുത്തേണ്ടതുണ്ട് എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കാം. ദേശക്കാരുടെയും പൂരപ്രേമികളുടെയും ആവേശം വാനോളം ഉയർത്തിയ ആർപ്പുവിളികളോടെ തൃശൂർ പൂരത്തിനായുള്ള തിരുവമ്പാടി വിഭാഗത്തിന്റെ 2 പന്തലുകളുടെ കാൽനാട്ട് നടന്നു. ആദ്യം നടുവിലാലിലും തുടർന്ന് നായ്ക്കനാലിലുമായാണ് 2 പന്തലുകളുടെ കാൽനാട്ട് നടന്നത്. തിരുവമ്പാടി ദേവസ്വം മുതിർന്ന കമ്മിറ്റി അംഗം മോഹന്റെ നേതൃത്വത്തിൽ നടന്ന ഭൂമി പൂജയോടെയാണ് ഇരു പന്തലിന്റെയും കാൽനാട്ട് കർമ്മം നിർവഹിച്ചത്. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് കേണൽ PRM രവി, സെക്രട്ടറി K ഗിരീഷ് കുമാർ, വൈസ് പ്രസിഡന്റ് പ്രശാന്ത് മേനോൻ, ദേവസ്വം ഭാരവാഹികൾ, ദേശക്കാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, കൗൺസിലർമാർ, മുൻമന്ത്രി VS സുനിൽകുമാർ, തൃശൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി ആലങ്കോട് ലീലാകൃഷ്ണൻ, UDF സ്ഥാനാർത്ഥി രാജൻ J പല്ലൻ, UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, BJP നേതാവ് MS സമ്പൂർണ്ണ തുടങ്ങിയവർ സന്നിഹിതരായി. ചെറുതുരുത്തി ആരാധനാ പന്തൽ വർക്ക്സ് ഉടമ സെയ്തലവയാണ് നടുവിലാൽ പന്തലിന്റെ നിർമ്മാണ ചുമതല ഏറ്റിട്ടുള്ളത്. 110 അടി ഉയരത്തിൽ 4 നിലകളിലായി 45 അടി നീളത്തിലും 45 അടി വീതിയിലുമാണ് ക്ഷേത്ര മാതൃകയിൽ LED ദീപാലങ്കാര വിസ്മയങ്ങളോടെ നടുവിലാൽ പന്തൽ നിർമ്മിക്കുന്നത്. പള്ളത്ത് മണികണ്ഠൻ ചേറൂരിനാണ്
നായ്ക്കനാൽ പന്തലിന്റെ നിർമ്മാണ ചുമതല. 85 അടി ഉയരത്തിൽ 4 നിലകളിലായി 26 അടി നീളവും 26 അടി വീതിയിലുമായാണ് LED ദീപാലങ്കാര പ്രഭയിൽ നായ്ക്കനാൽ പന്തൽ ഒരുക്കുന്നത്. ഈ മാസം 26-നാണ് തൃശൂർ പൂരം. TCV തൃശൂർ. ഗായിക ആശ ഭോസ്ലെ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. ഹൃദയാഘാതം സംഭവിച്ചതിനെ തുടർന്ന് മുതിർന്ന പിന്നണി ഗായിക ആശ ഭോസ്ലെയെ കഴിഞ്ഞ ദിവസം മുംബൈയിലെ ബ്രീച്ച് കാൻഡി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇന്ത്യൻ സംഗീത ലോകത്തെ അതുല്യ പ്രതിഭയാണ്. 21 ഭാഷകളിലായി 12,000-ലധികം ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. സഹോദരി ലതാ മങ്കേഷ്കറിനോടൊപ്പം 50-ലേറെ ഗാനങ്ങളും പാടിയിട്ടുണ്ട്. ദശാബ്ദങ്ങൾ നീണ്ടു നിൽക്കുന്ന ആശ ഭോസ്ലെയുടെ സംഗീത ജീവിതം വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്. OP നയ്യാറുമായുള്ള കൂട്ടുകെട്ടിൽ പിറന്ന ആവോ ഹുസൂർ തും കാ RD ബർമനോടൊപ്പമുള്ള ചുരേക്കാലിയ ഹേ തും ജാനെ കോ ദിൽ കോ തുടങ്ങിയ ഗാനങ്ങൾ ഇന്നും സംഗീത പ്രേമികൾക്കിടയിൽ സുപരിചിതമാണ്. ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്തെ വിസ്മയിപ്പിച്ച അതുല്യ ഗായിക ആശ ഭോസ്ലെ മലയാളത്തിലും ഒരു ഗാനം പാടിയിട്ടുണ്ട്. മലയാളത്തിന്റെ നിത്യഹരിത നായകൻ പ്രേം നസീറും ജയഭാരതിയും വെള്ളിത്തിരയിൽ നിറഞ്ഞാടിയ സുജാത എന്ന ചിത്രത്തിലാണ് ആശ ഭോസ്ലെ പാടിയത്. 1977 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിലെ സ്വയംവര ശുഭദിന മംഗളങ്ങൾ എന്ന ഗാനം പ്രശസ്ത സംഗീത സംവിധായകൻ രവീന്ദ്ര ജെയിൻ ഒരുക്കിയ മനോഹരമായ ഈണത്തിന് മങ്കുമ്പ് ഗോപാലകൃഷ്ണനാണ് വരികൾ കുറിച്ചത്. ആശ ഭോസ്ലെയുടെ ആലാപനത്തിലെ വൈവിധ്യവും ഭാവസാന്ദ്രതയും ഈ ഗാനത്തെ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച പ്രണയഗാനങ്ങളിൽ ഒന്നാക്കി മാറ്റി. ന്യൂസ് ഡെസ്ക് TCV. നടിയെ ആക്രമിച്ച കേസിൽ വിധി പറഞ്ഞ ഹണി M വർഗീസിനെ ഹൈക്കോടതി ജഡ്ജിയാക്കാൻ ശുപാർശ. നിലവിൽ ആലപ്പുഴ ജില്ലാ ജഡ്ജിയായ ഹണി M വർഗീസ് തൃശൂർ സ്വദേശിനിയാണ്. സുപ്രീം കോടതി കൊളീജിയം ഉടൻ തീരുമാനമെടുക്കും. നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിന്റെ വിചാരണ നീണ്ടുപോയതിനാൽ 9 വർഷത്തോളം തുടർച്ചയായി ഹണി M വർഗീസിന് എറണാകുളത്ത് സേവനം ചെയ്യേണ്ടി വന്നിരുന്നു. അശ്രദ്ധമായി പാർക്ക് ചെയ്ത ടിപ്പറിന് പിന്നിൽ സ്കൂട്ടറിടിച്ചു. വയോധികന് ദാരുണാന്ത്യം. പട്ടിപ്പറമ്പ് സ്വദേശി കുന്നത്ത് വീട്ടിൽ 74 വയസ്സുള്ള നാരായണനാണ് മരിച്ചത്. പഴയന്നൂർ തിരുവില്ലോമല പഴമ്പലക്കോട് കൂട്ടുപാത ജംഗ്ഷനു സമീപം കഴിഞ്ഞ ദിവസം രാത്രിയാണ് അപകടമുണ്ടായത്. പാർക്ക് ലൈറ്റുകളിടാതെ റോഡരികിൽ അപകടകരമായ രീതിയിൽ നിർത്തിയിട്ടിരുന്ന ടിപ്പർ ലോറിക്ക് പിന്നിൽ സ്കൂട്ടർ ഇടിക്കുകയായിരുന്നു. തിരുവില്ലോമല പഞ്ചായത്തിൽ കുടിവെള്ള വിതരണം നടത്തുന്ന ടിപ്പർ ലോറിയാണ് നിർത്തിയിട്ടിരുന്നത്. അപകടം നടന്നയുടൻ നാട്ടുകാർ നാരായണനെ ഒറ്റപ്പാലം വള്ളുവനാട് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇനി വിഷു കാഴ്ചകളുമായി കണി കാണും നേരം. വർഷാരംഭവും കാർഷിക സമൃദ്ധിയുടെ പ്രതീകവുമായി കണക്കാക്കുന്ന ആഘോഷമാണ് വിഷു. പുതുവർഷത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയുടേതായ വിഷു കണിയൊരുക്കലിൽ കണിവെള്ളരിയുടെ സ്ഥാനം സവിശേഷമാണ്. മലയാളിയുടെ കാർഷിക വിളവെടുപ്പുത്സവമായ വിഷു ഒരാണ്ടിന്റെ സമൃദ്ധി കണി കണ്ടുണരുന്ന സുദിനം കൂടിയാണ്. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ കണിവെള്ളരിക്ക് അതുകൊണ്ട് തന്നെ വിഷുക്കണി കാണാൻ ഓട്ടുരുളിയിലൊരുക്കുന്ന വിഭവ സമൃദ്ധിയിൽ പ്രാധാന്യമേറെയുണ്ട്. കണിവെള്ളരിയുടെ മഞ്ഞനിറം സൂര്യപ്രകാശത്തെയും സമ്പത്തിനെയും സൂചിപ്പിക്കുന്നു. സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞൊരു പുതുവർഷം വരണമെന്ന ആഗ്രഹത്തിന്റെ പ്രതീകമായതിനാലാണ് കണിവെള്ളരി വിഷുക്കണിയിൽ ഒഴിച്ചുകൂടാനാവാത്തതായത്. കണിക്കൊന്ന പൂവിനൊപ്പം സ്വർണ്ണശോഭ പകരാൻ മഞ്ഞ നിറത്തിലുള്ള ഇടത്തരം പഴുത്ത വെള്ളരിയാണ് വിഷുക്കണി ഒരുക്കാനായി ഉപയോഗിക്കുക. വിഷുവിന് ഒരാഴ്ച മുൻപേ വിപണിയിൽ കണിവെള്ളരികൾ എത്തിത്തുടങ്ങും. തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ നിന്നെത്തുന്ന കണിവെള്ളരി കിലോയ്ക്ക് 15 രൂപ മുതൽ 20 രൂപയാണ് മൊത്തവില. അതേസമയം മലപ്പുറം, തൃശൂർ ജില്ലയിലെ കോടാലി, വെള്ളിക്കുളങ്ങര എന്നിവിടങ്ങളിൽ നിന്നെത്തുന്ന കണിവെള്ളരിക്ക് 25 രൂപയാണ് മൊത്തവില. 30 രൂപ മുതൽ 40 രൂപ വരേക്കാണ് ചില്ലറ വിൽപ്പന. വിഷുത്തലേന്ന് സ്വർണ്ണനിറവും ഭംഗിയുമുള്ള കണിവെള്ളരി ലഭിക്കണമെങ്കിൽ പറയുന്ന വില നൽകേണ്ട സ്ഥിതിയും ഉണ്ടാകാറുണ്ട്. സാംസ്കാരിക പാരമ്പര്യത്തെ കൃഷിയുമായി ചേർത്ത് നിർത്തുന്ന മലയാളിയുടെ ജീവിത രീതിയെയാണ് കണിവെള്ളരി ഓർമ്മിപ്പിക്കുന്നത്. ഫെസ്റ്റിവൽ ഡെസ്ക് TCV. വിഷു പടിവാതിൽക്കലെത്തിയതോടെ കണിയൊരുക്കാനുള്ള വെള്ളരി വിളവെടുക്കുന്ന തിരക്കിലാണ് മറ്റത്തൂർ താളുപ്പടം സ്വദേശി രാജൻ പനങ്കൂട്ടത്തിൽ. രാജൻ വിളവെടുത്ത കണിവെള്ളരി ഹോർട്ടികോപ്പ് വഴി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നുണ്ട്. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലിന് കീഴിൽ കോടാലിയിൽ പ്രവർത്തിക്കുന്ന മറ്റത്തൂർ സ്വാശ്രയ കർഷക വിപണി വഴിയാണ് രാജൻ ഉൽപ്പാദിപ്പിക്കുന്ന വെള്ളരി ഭൂരിഭാഗവും വിറ്റഴിക്കുന്നത്.
മൂന്നുമുറിക്കടുത്തുള്ള ചെട്ടിച്ചാൽ പാടശേഖരത്തിൽ സ്വന്തമായുള്ള 2.5 ഏക്കറോളം നിലത്തിലാണ് രാജന്റെ വെള്ളരി കൃഷി. തുടർച്ചയായി 6ാം വർഷമാണ് രാജനിവിടെ വെള്ളരി കൃഷി ചെയ്യുന്നത്. കുഴപ്പമില്ലാത്ത വിളവാണ് ഈ പ്രാവശ്യം കാണിക്കുന്നത്. പക്ഷെ ചൂട് കൂടുതലുള്ള കാരണം കുറച്ച് വിളവിന് കുറവ് കാണിക്കുന്നുണ്ട്. കാരണം ചൂട് ഇടമഴ കിട്ടാത്ത കാരണം. വില കൂടുതൽ എന്ന് പറയാനില്ല, കഴിഞ്ഞ കാലത്തെ വില പോലെ തന്നെ വലിയ കൂടുതലൊന്നുമില്ല. എന്നിരുന്നാലും നമുക്ക് കൃഷിക്കാരെ സംബന്ധിച്ചോളം പിടിച്ചു നിന്ന് പോവാം. അങ്ങനത്തെ ഒരു വിലയാണ് ഈ പ്രാവശ്യം ഉള്ളത്. വർഷത്തിൽ 2 തവണ നെൽകൃഷി ചെയ്തു പോരുന്ന പാടത്ത് വേനൽക്കാല വിളയായാണ് കണിവെള്ളരി നട്ടുവളർത്തുന്നത്. കടുത്ത ചൂട് ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴത്തെ വില നിലവാരം കർഷകർക്ക് ആശ്വാസം പകരുന്നതാണ്. എന്നാൽ വർദ്ധിച്ചു വരുന്ന കൃഷിച്ചെലവിനും അധ്വാനത്തിനും അനുസൃതമായ വില ലഭിക്കുന്നില്ല. ഉൽപ്പന്നങ്ങൾ ചന്തയിൽ കെട്ടിക്കിടക്കാതെ ഹോർട്ടികോർപ്പ് വഴി സംഭരിക്കുന്നത് കർഷകർക്ക് വലിയ ആശ്വാസം നൽകുന്നുണ്ട്. ഞങ്ങളെ ശരിക്കും മറ്റൊരു സമിതിനെ സപ്പോർട്ട് ചെയ്തിരുന്നത് ഹോർട്ടികോർപ്പാണ്. കാരണം കായായാലും മറ്റു പച്ചക്കറികളിലും എല്ലാതും നമുക്ക് കുറച്ച് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഹോർട്ടികോർപ്പാണ് ഇവിടുന്ന് സംഭരിക്കുന്നത്. കഠിനാധ്വാനവും അനുകൂല കാലാവസ്ഥയും ഉണ്ടെങ്കിൽ ഈ കൃഷിയിൽ നിന്ന് മികച്ച വരുമാനം നേടാനാകുമെന്ന് മറ്റത്തൂരിലെ മാതൃകാ കർഷകനായ രാജൻ പറയുന്നു. കണിവെള്ളരിക്ക് പുറമെ വാഴ, വിവിധ ഇനം പച്ചക്കറികൾ എന്നിവയും രാജൻ കൃഷി ചെയ്യുന്നു. കൃഷിപ്പണികളിൽ ഭാര്യ ഷീജ ഒപ്പമുണ്ട്. വിദ്യാർത്ഥികളായ മക്കൾ അക്ഷയും അഭിജിത്തും ഒഴിവു സമയങ്ങളിൽ മാതാപിതാക്കളെ സഹായിക്കാനായി കൃഷിത്തോട്ടത്തിലെത്തും. TCV ന്യൂസ്, കൊടകര. കോടാലി KCCP ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ ഒരാഴ്ചയെ നടന്നുവന്ന വേനൽത്തുമ്പി അവധിക്കാല ബാലവേദി ക്യാമ്പ് സമാപിച്ചു. സമാപന ദിവസം സംഘടിപ്പിച്ച പ്രകൃതി പഠനയാത്ര ക്യാമ്പ് അംഗങ്ങൾക്ക് വേറിട്ട അനുഭവം സമ്മാനിച്ചു. ചരിത്രശേഷിപ്പുകളുള്ള മുനിയാട്ടുകുന്ന്, മുപ്ലിയത്തെ മുളങ്കാട് എന്നിവിടങ്ങളിലേക്ക് നടത്തിയ പഠനയാത്രയ്ക്ക് വായനശാല ഭരണസമിതി അംഗവും റിട്ടയേർഡ് വനം വകുപ്പ് ഉദ്യോഗസ്ഥനുമായ PG ശിവൻകുട്ടി, മറ്റത്തൂർ ഗ്രന്ഥശാല നേതൃസമിതി കൺവീനർ ഹക്കീം കള്ളിപ്പറമ്പിൽ, വായനശാല പ്രസിഡന്റ് കവിത ഗിരീഷ്, ഭരണസമിതി അംഗം VT ഷോബി, ഗോപി തച്ചനാടൻ എന്നിവർ നേതൃത്വം നൽകി. ക്യാമ്പിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് മറ്റത്തൂർ ഗ്രന്ഥശാല നേതൃസമിതി കൺവീനർ ഹക്കീം കള്ളിപ്പറമ്പിൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. SYS നടത്തുന്ന ജലസംരക്ഷണ ക്യാമ്പയിനിന്റെ ജില്ലാതല ഉദ്ഘാടനം തൃശൂരിൽ നടന്നു. കൊക്കാലെ ഖലീഫ സെന്ററിൽ നടന്ന പരിപാടി ശരത് കേരളീയം ഉദ്ഘാടനം ചെയ്തു. SYS ജില്ലാ പ്രസിഡന്റ് ബഷീർ അഷ്റഫി അധ്യക്ഷത വഹിച്ചു. SYS ജില്ലാ ജനറൽ സെക്രട്ടറി KB ബഷീർ വിഷയാവതരണം നടത്തി. ഭൂഗർഭജലം എടുക്കുന്നത് സംബന്ധിച്ച് ശാസ്ത്രീയ പഠനങ്ങൾ നടത്തി നിയന്ത്രണം കൊണ്ടുവരാൻ സർക്കാർ മുന്നോട്ട് വരണമെന്ന് SYS തൃശൂർ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് ദേവി ക്ഷേത്രത്തിൽ ഗോളക സമർപ്പണം ഭക്തിസാന്ദ്രമായി. ക്ഷേത്ര പുനരുദ്ധാരണത്തിന്റെ ഭാഗമായാണ് ദേവിയുടെ പഞ്ചലോഹ ഗോളകയും തിടമ്പും സമർപ്പിച്ചത്. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി നീലകണ്ഠൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം മേൽശാന്തി വൈകുണ്ഠം നാരായണൻ നമ്പൂതിരി സഹകാർമ്മികനായി. ഗോളക സമർപ്പണത്തിന് മുൻപ് പള്ളിപ്പാന നടന്നു. ഗോളക സമർപ്പണത്തിന്റെ ഭാഗമായി ഗോളക ഗ്രാമപ്രദക്ഷിണം നടന്നിരുന്നു. തട്ടകത്തിലെ വിവിധ ക്ഷേത്രങ്ങളിലും ദേശകുതിരപ്പുരകളിലും കുതിര സമുദായത്തിലുമായി ഗോളകയ്ക്ക് സ്വീകരണം നൽകി. ചടങ്ങുകൾക്ക് ക്ഷേത്ര പുനരുദ്ധാരണ സമിതി ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ അമ്പക്കാട്ട്, ശിവദാസൻ വടുതല, അരുൺ അമ്പക്കാട്ട്, മനോജ് പെരുവഴിക്കാട്ട്, ഉണ്ണികൃഷ്ണൻ മേലേപ്പുരയ്ക്കൽ, ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട്, ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ ശ്രീരാമൻ തെക്കൂട്ട്, സുജീഷ് അരുവത്തോട്ടിൽ, കോർഡിനേറ്റർ ബാബുരാജ് കേച്ചേരി എന്നിവർ നേതൃത്വം നൽകി. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ നടന്ന ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി ടഗ് ഓഫ് വാർ മത്സരങ്ങളിൽ പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചാമ്പ്യന്മാരായി. പുരുഷ വിഭാഗത്തിൽ യഥാക്രമം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി എന്നീ ടീമുകൾ 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. വനിതാ വിഭാഗത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി എന്നീ ടീമുകൾക്കാണ് യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ. സമാപന സമ്മേളനത്തിൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ഒബ്സർവർ V മഹാദേവൻ സമ്മാനദാനം നിർവഹിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ സക്കീർ ഹുസൈൻ, ഡെപ്യൂട്ടി ഡയറക്ടർ ബിബിൻ G, സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ജോജി കല്ലിങ്ങൽ, കായിക വിഭാഗം മേധാവി ഡോക്ടർ പോൾ ചാക്കോ, കൊടകര സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ജെർലിൻ വിസ്കറിയ എന്നിവർ സംസാരിച്ചു.
ഇടവേള. വാർത്തകൾ തുടരുന്നു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിൽ അടുത്ത മാസം 3 നടക്കുന്ന വിശുദ്ധ ഔസേപ്പിതാവിന്റെ ഊട്ടുതിരുനാളിന് മുന്നോടിയായി ആഘോഷ കമ്മിറ്റി ഓഫീസ് തുറന്നു. കൊടകര ഫൊറോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി ആഘോഷ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് വികാരി ഫാദർ വിക്ടർ തൊമ്മാന, ജനറൽ കൺവീനർ വിജോയ് കുറ്റിക്കാടൻ, ജോയിന്റ് കൺവീനർ അന്തോടക്കുട്ടി, അഡ്വക്കേറ്റ് വി പി ലിൻസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. കയ്പമംഗലം ഐരൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവം ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ നടന്നു. ഉത്സവത്തിന്റെ ഭാഗമായി വൈകിട്ട് നടന്ന കാഴ്ചശീവേലി എഴുന്നള്ളിപ്പിൽ 3 ഗജവീരന്മാർ അണിനിരന്നു. വഴിയമ്പലം സെന്ററിൽ നിന്നും ആരംഭിച്ച എഴുന്നള്ളിപ്പ് വിവിധ താളമേളങ്ങളുടെയും താലത്തിന്റെയും അകമ്പടിയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. എഴുന്നള്ളിപ്പിനു ശേഷം നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന എന്നിവയും രാത്രി പള്ളിവേട്ട എഴുന്നള്ളിപ്പും നടന്നു. കഴുത്ത് പ്ലാസ്റ്റിക് ഭരണിയിൽ കുടുങ്ങി പെരുമ്പിലാവിലും പരിസരത്തുമായി അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന തെരുവുനായെ രക്ഷിക്കാനുള്ള നാട്ടുകാരുടെ ശ്രമം വിഫലമായി. ഒരാഴ്ച മുൻപാണ് കഴുത്തുമുതൽ മുഖഭാഗം ഉൾപ്പെടെ പ്ലാസ്റ്റിക് ഭരണിക്കകത്ത് കുടുങ്ങിയ നിലയിൽ തെരുവുനായയെ നാട്ടുകാർ കണ്ടത്. പല സന്ദർഭങ്ങളിലുമായി നിരവധി തവണ നാട്ടുകാരും ഓട്ടോ തൊഴിലാളികളും തെരുവുനായയുടെ കഴുത്തിൽ കുടുങ്ങിയ പ്ലാസ്റ്റിക് ഭരണി ഊരിമാറ്റാൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. ഒരാഴ്ചയോളമായി നായയ്ക്ക് വെള്ളമോ ഭക്ഷണമോ കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നായ ഓരോ ദിവസം കഴിയുന്തോറും അവശനിലയിലായിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടുകാർ ഫയർഫോഴ്സിലും മറ്റും പരാതിപ്പെട്ടെങ്കിലും നായയെ രക്ഷിക്കാൻ മൃഗസ്നേഹികൾ ഉൾപ്പെടെ ആരും വരാത്തതിൽ നാട്ടുകാർ ഖേദം പ്രകടിപ്പിച്ചു. ചാലിശ്ശേരി പട്ടാമ്പി റോഡിന്റെ നവീകരണത്തിന്റെ ഭാഗമായി ബന്ധപ്പെട്ട അഴുക്കുചാലുകളുടെ നിർമ്മാണത്തിനായി പാതയോരങ്ങളിൽ തടസ്സം നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്ന പണികൾ പുരോഗമിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശൂർ പാലക്കാട് ജില്ലാ അതിർത്തിയായ തണലത്ര പാലം മുതൽ എസ്റ്റേറ്റ് പടി വരെയുള്ള വലിയ മരങ്ങളാണ് മുറിച്ചുമാറ്റുന്നത്. വെള്ളക്കെട്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സമഗ്രമായ ഡ്രെയിനേജ് സംവിധാനമാണ് റോഡിനിരുവശവും ഒരുക്കുന്നത്. 2025 സെപ്റ്റംബർ 2 റോഡ് നിർമ്മാണ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നത്. 63.79 കോടി രൂപ ചിലവിലാണ് റോഡ് നിർമ്മാണം നടക്കുന്നത്. ഗുരുവായൂർ ദേവസ്വം നെന്മിനി ബലരാമക്ഷേത്രത്തിലെ ബലരാമ ജയന്തിയോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങൾക്ക് തുടക്കം. രാവിലെ നടന്ന കാഴ്ചശീവേലിക്ക് ഇരിങ്ങപ്പുറം ബാബു മേളപ്രമാണം വഹിച്ചു. ഈ മാസം 19 ബാലരാമ ജയന്തി വിപുലമായി ആഘോഷിക്കുമെന്ന് സെക്രട്ടറി AV പ്രശാന്ത്, പ്രസിഡന്റ് P പുരുഷോത്തമ പണിക്കർ എന്നിവർ അറിയിച്ചു. തിരുവല്ലോമല മലേശമംഗലത്ത് മാങ്ങ പറിക്കുന്നതിനിടെ മാവിൽ നിന്നും വീണ് പരിക്കേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. ചോഴിയങ്കോട് വീട്ടിൽ 70 വയസ്സുള്ള ഗോവിന്ദനാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. ലോകാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി SN പുരം റൈഡേഴ്സ് ക്ലബ് പ്രഭാത നടത്തം സംഘടിപ്പിച്ചു. നടക്കാം ആരോഗ്യത്തിലേക്ക് എന്ന സന്ദേശവുമായി സംഘടിപ്പിച്ച പ്രഭാത സവാരി ക്ലബ് രക്ഷാധികാരി ഹരീഷ് കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. ക്ലബ് പ്രസിഡന്റ് പ്രേം സി ശങ്കർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സൂരജ് സിപ്പി, ജോയിന്റ് സെക്രട്ടറി കാരണത്ത് എന്നിവരും സംസാരിച്ചു.
കാരമുക്ക് ശ്രീനാരായണ ഗുരുദീപ പ്രതിഷ്ഠ നടത്തിയ കാരമുക്ക് ചിദംബര ക്ഷേത്രം നവീകരിച്ചു. നവീകരിച്ച ക്ഷേത്രത്തിന്റെ സമർപ്പണം ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ നിർവഹിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ഗുപ്ത സമാജം പ്രസിഡന്റ് ബിജു ഒല്ലക്കാട്ടിൽ അധ്യക്ഷനായി. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് മഠാധിപതി സ്വാമി വിഷ്ണു ഭാരതീയൻ, സ്വാമി ദിവ്യാനന്ദഗിരി കാക്കശ്ശേരി രാധാകൃഷ്ണൻ, ഡോക്ടർ PN വിജയകുമാർ, ഗോപി കോരത്ത്, ശശിധരൻ കൊട്ടേക്കാട്, മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ് തുടങ്ങിയവരും സംസാരിച്ചു. JCI തൃശൂർ റോയൽസിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി തൃശൂരിൽ കരിയർ ഗൈഡൻസ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. വിവിധ മേഖലകളിലെ പ്രമുഖർ ക്ലാസ് എടുത്തു. ജോൺ പോൾ നെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. അംബേൽ ബേബി, മീനു ജോബിൻ, KP ഗിരീഷ്, MR നിഷാന്ത് എന്നിവർ സംസാരിച്ചു. കൊടകര വെല്ലപ്പാടി പൂതിക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി പള്ളിവേട്ട ആഘോഷിച്ചു. എഴുന്നള്ളിപ്പിന് കോളങ്ങാട്ടിൽ കുട്ടിക്കൃഷ്ണൻ ദേവന്റെ തിടമ്പേറ്റി. മേളത്തിന് കൊടകര ഉണ്ണിയും തായമ്പകയ്ക്ക് മൂർക്കനാട് ദിനേശൻ വാര്യരും നേതൃത്വം നൽകി. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി അഴകത്ത് മാധവൻ നമ്പൂതിരി, മേൽശാന്തി നന്ദ്യാർലി, മൂർക്കനാട്ട് മനയ്ക്കൽ ശ്രീജിത്ത് നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ഉത്സവത്തിന് സമാപനം കുറിച്ച് ക്ഷേത്രക്കടവിൽ ആറാട്ട് നടന്നു. പെങ്ങാമുക്ക് പാറക്കുഴി പുഞ്ച കോൾപ്പടവിലെ കൊയ്ത്തുത്സവത്തിന്റെ ഉദ്ഘാടനം കാട്ടകാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ നിർവഹിച്ചു. CK ജയദേവൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർ CK സദാനന്ദൻ, പൊന്നാനി കോൾ മേഖലാ ഭാരവാഹി ജയാനന്ദൻ, പടവ് സമിതി ഭാരവാഹി യൂസഫ് കരിച്ചാൽ എന്നിവർ സംസാരിച്ചു. 70 ഏക്കറിലധികം നെൽകൃഷിയുള്ള പാടശേഖരത്തിലെ കൊയ്ത്ത് 5 ദിവസത്തിനുള്ളിൽ പൂർത്തീകരിക്കും. മുക്കാട്ടുകര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവം ആഘോഷിച്ചു. കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിൽ പഞ്ചാരി മേളം നടന്നു. പ്രസാദ ഊട്ടിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. തൃശൂർ SN പാർക്ക് പുളിക്കത്തറ ശ്രീ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിലെ തോറ്റംപാട്ടും പ്രതിഷ്ഠാദിന മഹോത്സവവും ഈ മാസം 22, 23 തീയതികളിലായി നടക്കും. പ്രതിഷ്ഠാദിന പൂജകൾക്കും മറ്റ് ചടങ്ങുകൾക്കും ക്ഷേത്രം തന്ത്രി കരുമത്ര വിജയൻ ശാന്തി നേതൃത്വം നൽകും. 22-ന് പാലക്കൽ വിശ്വകലാരൂപം സംഘത്തിന്റെ തോറ്റംപാട്ട് അവതരണവും അഭിഷേക് പാറമേക്കാവ് നയിക്കുന്ന മേളവും അരങ്ങേറും. 23-ന് ഉച്ചതിരിഞ്ഞ് 3-ന് എഴുന്നള്ളിപ്പും നടക്കൽ മേളവും രാത്രി 7-ന് ഡബിൾ തായമ്പകയും ഉണ്ടാകുമെന്ന് ക്ഷേത്രസേവാ സമിതി പ്രസിഡന്റ് PV സാഗരൻ, സെക്രട്ടറി PP ബിനോയ്, ഖജാൻജി PV രാജു എന്നിവർ അറിയിച്ചു. ഇനി വാണിജ്യം. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പിന്റെ ലോൺ വിഭാഗം ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്നീ മാസങ്ങളിൽ 25 കോടിയിലധികം നേട്ടം കൈവരിച്ചതിന്റെ ഭാഗമായി വാർഷിക ജനറൽ മീറ്റിംഗും ആഘോഷവും തൃശൂർ പേൾ റീജൻസിയിൽ സംഘടിപ്പിച്ചു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിലെ മുൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ പ്രസന്ന രാജു കൊട്ടേക്കാട് വിശിഷ്ടാതിഥിയായി. സ്ഥാപകൻ രാജേഷ് PR, ഭാര്യ സജിമോൾ രാജേഷ്, ഡയറക്ടർമാരായ ചിന്നമ്മ വിൻസെന്റ്, കവിത, കാർത്തിക എന്നിവർ ഉൾപ്പെടെ കമ്പനിയുടെയും വിവിധ വിഭാഗങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. 55-ൽ പരം ശാഖകളിൽ നിന്നായി 300-ൽ അധികം ജീവനക്കാരാണ് പങ്കാളികളായത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ജീവനക്കാരെ ട്രോഫികളും ക്യാഷ് അവാർഡുകളും നൽകി ആദരിച്ചു. കേരളം, തമിഴ്നാട്, കർണാടക
സംസ്ഥാനങ്ങളിലായി 55-ൽ പരം ശാഖകളും 750-ൽ പരം ജീവനക്കാരുമായി 1000 കോടി രൂപയുടെ ടേൺ ഓവർ സ്വന്തമാക്കിയ സ്ഥാപനമാണ് ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്. അടുത്ത 5 വർഷത്തിനകം രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ശാഖകൾ വ്യാപിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഫ്യൂച്ചർ വെൽത്ത് ഇന്റഗ്രേറ്റഡ് ഫൗണ്ടേഷൻ മുഖേന നടത്തുന്ന സാമൂഹിക പ്രവർത്തനങ്ങളും ശ്രദ്ധേയമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. തൊഴിലാളികളും ഡയറക്ടർ ബോർഡും തമ്മിലുള്ള ഏകോപിത പ്രവർത്തനങ്ങളാണ് സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് കാരണമെന്ന് അധികൃതർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ക്ഷമിക്കണം, ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,010 രൂപ, പവന് 1,12,080 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Golden Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ വടക്കേ ബസ് സ്റ്റാൻഡിൽ ബസ് കണ്ടക്ടർക്ക് നേരെ തോക്കു ചൂണ്ടിയ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നെല്ലുവായി എരുമപ്പെട്ടി റൂട്ടിലോടുന്ന പുഷ്പക് ബസിലെ കണ്ടക്ടർക്ക് നേരെയാണ് തോക്കു ചൂണ്ടിയത്. KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂരിനെതിരെ ഒളിയമ്പുമായി നാട്ടിക മണ്ഡലം UDF സ്ഥാനാർത്ഥി സുനിൽ ലാലൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. CC മുകുന്ദന്റെ BJP മനസ്സ് മനസ്സിലാക്കാതെ ഡൽഹിയിൽ കൊണ്ടുപോയി കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകാൻ ശ്രമിച്ച നേതാക്കൾക്ക് ജനം തെരഞ്ഞെടുപ്പിലൂടെ മറുപടി നൽകുമെന്ന് സുനിൽ ലാലൂർ. ദേശക്കാരുടെയും പൂരപ്രേമികളുടെയും ആവേശം വാനോളം ഉയർത്തി തൃശൂർ പൂരത്തിനായുള്ള തിരുവമ്പാട് വിഭാഗത്തിന്റെ പന്തലുകളുടെ കാൽനാട്ട് നടന്നു. തൃശൂർ പൂരത്തിന് ഈ മാസം 20-ന് കൊടിയേറും. പിന്നണി ഗായിക ആശാ ഭോസ്ലെ അന്തരിച്ചു. വിടവാങ്ങിയത് ഇന്ത്യൻ സംഗീത ലോകത്തെ അതുല്യ പ്രതിഭ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ. ബമ്പർ സമ്മാനമായി EV